സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും 1600 രൂപ വീതമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വീടുകളിലേക്കും വിതരണം സജീവമാകും. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന 27 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലായി 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളത്. പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. ഇവർക്കുള്ള തുകയും ഇന്നു മുതൽ എത്തിച്ചേരും. ഒരു മുടക്കവും കൂടാതെ 1600 രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഈസ്റ്ററിനോടനുബന്ധിച്ച് ഒരു തുക പെൻഷൻ തുക കൂടി വിതരണം ചെയ്തേക്കും എന്നുള്ള അറിയിപ്പാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയായ 4800 രൂപയിൽ ഒരു ഗഡു കൂടി സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിക്കുന്നു. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹതാ വിതരണം നടപടിക്രമങ്ങൾ വിവിധ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൂടി ഹാജരാക്കണം എന്നുള്ള അറിയിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. വിധവ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് വാർഡംഗത്തിൽ നിന്നും വാങ്ങി സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ക്ഷേമ പെൻഷൻ തുക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് 1600 രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 1600 രൂപ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും. ശേഷിക്കുന്ന 2 ഗഡു പെൻഷൻ കുടിശ്ശിക 2025 അവസാനിക്കുന്നതിന്റെ മുന്നോടിയായി പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി പൂർത്തിയാക്കും. ഇതിന്റെ മുന്നോടിയായി വാർഡ് തല പരിശോധനകൾ പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ നീക്കം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.